അടുത്ത ചെക്ക് പോയിന്റ്, ഇതുവരെ പറഞ്ഞ ഒരു ചെക്ക് പോയിന്റാണ്. ഇനി അടുത്ത ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് 4-ാമത്തെ വാക്യം, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാനും പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരും ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അപ്പോൾ എന്നെ ലൈവായിട്ട് കേൾക്കുന്നവരോടും ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇടുമ്പോൾ കേൾക്കുന്നവരും നിങ്ങളെല്ലാവരും ആരാ? ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ആ കണക്ടിവിറ്റിയിൽ ചിന്തിച്ചാലേ അത് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ദൈവാത്മാവ് ഉള്ളിലുള്ള വ്യക്തികളെക്കുറിച്ചാണ്. ദൈവാത്മാവ് ഉള്ളിലില്ലാത്ത വ്യക്തികൾ ആരാ? യേശുവിനെ ദൈവമായി കാണുന്നവരാണ്. അവർക്ക് അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവില്ല. അപ്പോൾ അടുത്ത വാക്യം ഇതാണ്, അടുത്ത ചെക്ക് പോയിന്റ് ഇതാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ, അവരെ ജയിച്ചുമിരിക്കുന്നു. ആരെ? ദൈവാത്മാവ് ഉള്ളിലില്ലാത്ത വ്യക്തികളെ, എതിർ ക്രിസ്തുക്കളെ ജയിച്ചുമിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലില്ലാത്തവർ എതിർ ക്രിസ്തുക്കളാണ്, ജഡമനുഷ്യരാണ്. അവരെ ജയിച്ചിരിക്കുന്നത് ആരാ? ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളവരാ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ള വ്യക്തികളുടെ പ്രത്യേകത എന്താ? യേശുവിനെ അവരെങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്? പൂർണ്ണ മനുഷ്യനായിട്ട്, ജഡത്തിൽ വെളിപ്പെട്ടവനായിട്ട്. ഓക്കെ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. എന്നിട്ട് പറയുക, അവർ ലൗകികന്മാർ ആയതിനാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഇപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് വളരെ വ്യക്തതയോടുകൂടെ പല വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലോകമെന്ന് പറയുന്നത് എന്താ? യഹൂദൻ്റെ കൾച്ചറിൽ, ആ കസ്റ്റമിൽ ജീവിക്കുന്ന സമൂഹം. ദേവാലയവും ആചാരാനുഷ്ഠാനങ്ങളും യാഗങ്ങളും പൗരോഹിത്യമൊക്കെ ഉള്ള ആ ഒരു വ്യവസ്ഥയിൽ മുമ്പോട്ട് പോകുന്ന വ്യക്തികൾ. ഇന്ന് ലോകക്കാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാർ, പാരമ്പര്യ ക്രിസ്ത്യാനികൾ, അച്ഛന്മാർ, മെത്രാന്മാർ, പാസ്റ്റർമാർ, ഇവരെല്ലാം കൂടെ വെച്ചിരിക്കുന്ന ഡോക്ട്രിൻസ് ഉള്ള ക്രിസ്തീയ മതത്തിൻ്റെ വക്താക്കളും വിശ്വാസ സമൂഹവും. അതാണ് ഇന്നത്തെ കോൺടെക്സ്റ്റിൽ ലോകം. ക്ലിയറായോ? അന്നത്തെ കോൺടെക്സ്റ്റിലും ലോകം ഇത് തന്നെ, മതവക്താക്കളും മതവിശ്വാസികളും. ഇന്നത്തെ കോൺടെക്സ്റ്റിനകത്തും ലോകം ഇത് തന്നെ. ഏതാ? മതവക്താക്കളും മതവിശ്വാസികളും. അവരിൽ ഏത് വസിക്കുന്നില്ല? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നില്ല. എന്തുകൊണ്ട്? അവർ യേശുവിനെ ദൈവമായി കാണുന്നു, മനുഷ്യനായി കാണുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ യേശുവിനെ ആരായി കാണുന്നു? ജഡമനുഷ്യനായിട്ട്, മനുഷ്യനായി കാണുന്നു. അപ്പോൾ നമ്മിൽ ആര് വസിക്കുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. അപ്പോൾ എതിർ ക്രിസ്തു എന്ന് അവർ പറയുന്നത് ആരെയാ? നമ്മളെയാണ്. പക്ഷെ ബൈബിൾ എതിർ ക്രിസ്തു എന്ന് പറയുന്നത് ആരെയാ? അവരെയാണ്. ഓക്കെ. സോ എതിർ ക്രിസ്തു ആരാണെന്നുള്ളത് ബിബ്ലിക്കൽ കോൺടെക്സ്റ്റിനകത്ത് നിന്ന് നോക്കുമ്പോൾ മതവക്താക്കളും മതവിശ്വാസികളും തന്നെയാണ് എതിർ ക്രിസ്തുക്കൾ അല്ലെങ്കിൽ അന്തിക്രിസ്തു എന്ന് പറയുന്നത്. അവർക്ക് ഏത് ആശയമേ മനസ്സിലാകത്തുള്ളൂ? ലോകത്തിൻ്റെ ആശയമേ മനസ്സിലാകത്തുള്ളൂ. എന്തുകൊണ്ടാണ്? അവരിലിരിക്കുന്ന സ്പിരിറ്റ് അങ്ങനെയാണ്. സോ അങ്ങനെയാണ്. നമ്മൾ പറയുന്ന കാര്യം ആർക്കേ മനസ്സിലാകത്തുള്ളൂ? ദൈവത്തിൻ്റെ ആത്മാവ് അകത്തിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ നമ്മൾ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ. ആർക്ക് മനസ്സിലാകത്തില്ല? ലോകർക്ക് മനസ്സിലാകത്തില്ല. ലോകരാരാ? മതവും മതവക്താക്കളുമാണ്. ഓക്കെ. അപ്പോൾ നമ്മളിനി എന്തൊക്കെ പ്രൂഫോട് കൂടെ വന്നാലും, എന്തൊക്കെ ആധികാരികതയോടുകൂടെ ബൈബിൾ സംസാരിച്ചാലും ആരംഗീകരിക്കാൻ പോകുന്നില്ല? ലോകക്കാർ അംഗീകരിക്കാൻ പോകുന്നില്ല. ലോകക്കാരാരാ? മതവിശ്വാസികളും മതവക്താക്കളും. ഇത്രയും ക്ലിയറായോ? സോ ബൈബിൾ എന്ത് കോൺടെക്സ്റ്റിനകത്താണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്നുള്ളത് നമ്മൾ വ്യക്തതയോടെ കൂടെ മനസ്സിലാക്കണം. ഓക്കെ. സോ ഞാനിത് പറയുന്നത് പർപ്പസ്ഫുള്ളിയാണ്. കാര്യം ഇന്നലെ വരെ ഞാൻ സംസാരിച്ചിരിക്കുന്ന സത്യത്തെ മതവും മതവക്താക്കളും എന്തായിട്ട് ആവിഷ്കരിക്കുവാണ്? എതിർ ക്രിസ്തുവിൻ്റെ ആശയമായിട്ട്, ദൈവനിന്ദയായിട്ട്, ദൈവദൂഷണമായിട്ട് അവർ മുദ്രകുത്തുകയാണ്. അതുകൊണ്ടല്ലേ ഈ ബൈബിൾ എടുത്തു വെച്ച് ഞാൻ നല്ല പ്രൂഫോടുകൂടെ പറയുന്നത്. നമ്മുടെ ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത് ബൈബിൾ അംഗീകരിച്ചുകൊണ്ടുള്ളതാണ്, ബൈബിളിനെ ധിക്കരിച്ചു കൊണ്ടുള്ളതല്ല. നമ്മുടെ ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത് യേശുവിനെ അംഗീകരിച്ചു കൊണ്ടുള്ളതാണ്, ധിക്കരിച്ചു കൊണ്ടുള്ളതല്ല. പക്ഷേ യേശുവിനെ നമ്മൾ ആരായിട്ട് അംഗീകരിക്കുന്നത്? ഒന്ന്, ജഡത്തിൽ വെളിപ്പെട്ടവൻ, സമ്പൂർണ്ണ മനുഷ്യൻ, ദൈവത്തിൻ്റെ പുത്രൻ. ഈ രീതിയിലാണ് നമ്മൾ യേശുവിനെ അംഗീകരിക്കുന്നതും വിശ്വസിക്കുന്നതും. ഓക്കെ. സോ ആശയം ക്ലിയറായോ? ഓക്കെ. ഇനി അടുത്ത, അപ്പോൾ 2 ചെക്ക് പോയിന്റ് കഴിഞ്ഞു. ഇനി 3-ാമത്തത്. ഇനി അടുത്ത് പറയുക, നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്ന് അല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. ഇതിനാൽ സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്കിതിനാൽ തിരിച്ചറിയാം.
ഇപ്പോൾ ഞാൻ വാക്യം ഒന്നുകൂടെ വായിക്കാം. നമ്മൾ ഈ സംസാരിക്കുന്ന നമ്മൾ, ഈ ഫെലോഷിപ്പിനകത്ത് നിൽക്കുന്ന നമ്മൾ ആരാണ്? ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. എന്തുകൊണ്ടാണ് നമ്മളത് പറയാൻ കാരണം? നേരത്തെയുള്ള ചെക്ക് പോയിന്റുകളെല്ലാം ഒന്നുകൂടെ കേൾക്കുക. ഓക്കെ, ഇനി ഞങ്ങളുടെ വാക്ക് അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവർ, നമ്മളെപ്പോലെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവർ നമ്മുടെ വാക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തതും ഇപ്പോൾ ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോസിൻ്റെ താഴെ വന്ന് അംഗീകരിച്ചുകൊണ്ട് നല്ല കമൻ്റ് ഇടുന്നവരെല്ലാം നമ്മുടെ വാക്ക് എന്ത് ചെയ്യുന്നവരാ? അക്സെപ്റ്റ് ചെയ്യുന്നവരാ, അംഗീകരിക്കുന്നവരാ. കുറേ ആൾക്കാർ, മെജോറിറ്റി ആൾക്കാരും അതിനകത്ത് വന്നിട്ട് എന്ത് പറയുന്നുണ്ട്? വൾഗറായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. അവർ ഇവരിൽ നിന്നുള്ളതല്ല, ദൈവത്തിൽ നിന്നുള്ളത് അല്ല. അവരെവിടെ നിന്നുള്ളവരാ? ലോകത്തിൽ നിന്നുള്ളവരാ. ലോകത്തിൽ നിന്ന് പറഞ്ഞാൽ മതവിശ്വാസികളും മതഭക്താക്കളുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഗ്രിഗേഷൻ വെച്ചിട്ട് വേണം നമ്മൾ വിലയിരുത്താൻ ആരാണെന്നുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവ് ആരാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാത്ത വഞ്ചകരാരാണെന്നും ഇതിനാൽ അറിയാം. ഇപ്പം ക്ലിയറായോ? അപ്പോൾ കുരിശ് വെച്ച പള്ളികൾ നമുക്കിനി ഇന്ത്യയിൽ വേണോ? പെന്തിക്കോസ്ത് സമൂഹത്തിൻ്റെ കൂട്ടായ്മകൾ നമുക്കിനി ഇന്ത്യയിൽ വേണോ? അവരാരാ? വഞ്ചകരാണ്. ഏതിൻ്റെ കോണ്ടസ്റ്റിൽ? ബിബ്ലിക്കൽ കോണ്ടസ്റ്റിനകത്ത്. ഞാനിത് പറയുമ്പോൾ ഇങ്ങേർക്ക് നല്ലത് മാത്രം പറയാൻ നാം വഴങ്ങത്തില്ലേ, മോശമായത് മാത്രമേ പറയത്തുള്ളൂ എന്ന് ചോദിക്കുന്ന സമൂഹം ഇന്നുണ്ട്. അവരുടെ അടുത്ത് പറയേണ്ടത്, ജീസസ് ഒരു താക്കോൽ കൂട്ടമെടുത്ത് പത്രോസിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പത്രോസേ, നീ ഇവിടെ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടും, നീ ഇവിടെ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കും. അഴിക്കാനുള്ള അധികാരവും കെട്ടാനുള്ള അധികാരവുമാണ് അഭിഷേകത്തിൻ്റെ അധികാരം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളത് അല്ല. അഴിച്ചാലേ കെട്ടാൻ പറ്റൂ, പൊളിച്ചാലേ കെട്ടാൻ പറ്റൂ, പണിയാൻ പറ്റുള്ളൂ. സോ ആദ്യത്തെ ഒരു ദൈവപുത്രൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പൊളിക്കലാണ്. യേശുവിൻ്റെ ആദ്യത്തെ ശുശ്രൂഷ പൊളിക്കലായിരുന്നു. യഹൂദൻ്റെ മതവ്യവസ്ഥയും യാഗങ്ങളെയും പൗരോഹിത്യത്തെയെല്ലാം യേശു വിരൽ ചൂണ്ടി പൊളിച്ചിട്ടാണ് ആത്മാവിൻ്റെ മേൽത്തരമായ കാര്യം യേശു പണിതത്. ഓക്കെ, അപ്പം നമ്മുടെയും ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് യേശുവിൻ്റെ അതേ ദൗത്യം തന്നെയാണ്. എന്താ? ഇന്ന് കാണുന്ന വഞ്ചനയുടെ ആത്മാവ് നിറഞ്ഞിരിക്കുന്നവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ പൊളിച്ചിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും മേൽമയുള്ള കാര്യത്തെ കെട്ടിപ്പൊക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കയ്യിലും ഏത് അധികാരം ഇരിക്കുക? ഈ പൊളിക്കലിൻ്റെയും പണികളുടെയും കെട്ടിൻ്റെയും അധികാരം ഇരിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ പൊളിച്ചാലേ പണിയാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ പൊളിക്കലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഓക്കെ.